ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് ഒരു രസകരമായ ഒരു വസ്തുത പറയുവാൻ വേണ്ടിയാണ്. ഞങ്ങളൊക്കെ ധാരാളം ബസ്സിൽ, അതുപോലെ കാറ്, ഓട്ടോ, ബൈക്ക്, അത്യാവശ്യം ഫ്ലൈറ്റിലും യാത്ര ചെയ്ത ആൾക്കാരാണല്ലോ. നിങ്ങളും അതുപോലെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ബസ് യാത്ര നമുക്ക് പറയാം. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ നമ്മളിങ്ങനെ ടിക്കറ്റെല്ലാം എടുത്ത് ഇങ്ങനെ പലതരം ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും. പുറത്തോട്ട് നോക്കിയും അകത്തോട്ട് നോക്കിയും അങ്ങനെ പല രസകരമായ ചിന്തകൾ നമ്മളെ മനസ്സിലുണ്ടാവും. ഉദാഹരണം, ഞാനിപ്പോൾ ബസ് കയറിയല്ല, ഞാൻ വന്ന കാര്യം, പോയ കാര്യം, അതുപോലെ പോകുന്ന കാര്യം, പിന്നെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് പോയിട്ടാകുമ്പോൾ ശരിയാവോ ഇല്ലയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതി, അല്ലെങ്കിൽ ഒരാൾക്ക് സുഖമില്ല, അയാളെ കാണാൻ വേണ്ടി പോകുന്നു, അയാൾക്ക് എങ്ങനെയുണ്ടോ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നാട്ടിലുള്ള വിശേഷങ്ങൾ, പിന്നെ അങ്ങനെയുള്ള പല ചിന്തകളായിരിക്കും. ചില സമയത്ത് പുറത്തുള്ള കാഴ്ചകൾ അങ്ങനെയായിരിക്കും. ചില സമയത്ത് വിദേശ രാജ്യങ്ങളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള പല ചിന്തകളായിരിക്കും ഉണ്ടാവുക. ഉദാഹരണം, ഒരു അധ്യാപകൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു. അദ്ദേഹം എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? അദ്ദേഹത്തിന് സ്കൂളിനെ പറ്റി, അതുപോലെ DO വരും, AO വരും, അവരെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും, അങ്ങനെ കുട്ടികളെ പറ്റി, അങ്ങനെയുള്ള പല ചിന്തകൾ, അവരെ സ്കൂളിനെ സംബന്ധിച്ചുള്ള ഭാഗങ്ങളായിരിക്കും അധികവും ചിന്തിക്കുക. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗം. അതുപോലെ ഒരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ അവരെ ഓഫീസിൽ പോയിട്ടാകുമ്പോൾ പിന്നെ മേലുദ്യോഗസ്ഥന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ റിപ്ലൈ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു ഫയൽ ഒരാൾക്ക് കൊടുക്കുക, അതിൻ്റെ ഓഫീസർ ഫയലിന് അന്വേഷിച്ചിട്ടുണ്ട്, അത് ഇന്ന് ക്ലിയറായിട്ട് പെട്ടെന്ന് ചെയ്തു കൊടുക്കണം ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ന് സർട്ടിഫിക്കറ്റിൽ ഒരാൾ വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ചിന്ത. ചിലപ്പോൾ അങ്ങനെയുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുക. പിന്നെ പ്രധാനമായിട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടോ, DA ഇപ്പം കിട്ടുമോ, അങ്ങനെയുള്ള ചിന്തയും ഉണ്ടാവും. അതായിരിക്കും മെയിനായിട്ട് എൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ അങ്ങനെയായിരിക്കും ഉണ്ടാവാൻ സാധ്യത. ഒരു പോലീസുകാരനാണെങ്കിലും അതേ ചിന്തയായിരിക്കും ഉണ്ടാവുക. പിന്നെ കാരണം സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണല്ലോ. പിന്നെ അതുകൂടാതെ പോലീസുകാരനാണെങ്കിൽ ലീവിന് കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ സാങ്ഷൻ ആവുമോ, SI സാങ്ഷൻ ചെയ്യുമോ, SI. പിന്നെ അതുപോലെ കേസിൻ്റെ കാര്യം, അത് ഇന്ന് പോകണം, കക്ഷികളെ കാണണം, അവരെ കേസിൻ്റെ ഡീറ്റെയിൽസ് ഇത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞില്ല, അവരെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് അത് കൊണ്ടുവരണം. പിന്നെ അയാളെ ഫോൺ വിളിക്കണം, അവരവിടെ ഉണ്ടോ, പ്രതികളുണ്ടോ, പ്രതിയെ പിടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഒരു പോലീസുകാരൻ്റെ കയ്യിലുണ്ടാവുക. അതുപോലെ തന്നെ പിന്നെ ഒരു വക്കീലധികം സീനിയർ വക്കീലധികം അവരധികം കാറിലായിരിക്കും പോവുക. സീനിയേഴ്സ് വക്കീലധികം കാറിലാണ് പോവുക. പിന്നെ ജൂനിയർ വക്കീലുണ്ടാവും. എന്നാലും സീനിയർ വക്കീൽ കാറ് പോകുന്നെങ്കിലും അവർക്കും കോടതിപരമായിട്ടുള്ള ചിന്തയായിരിക്കും അധികം ഉണ്ടാകും. കോർട്ട് പരമായിട്ടുള്ള കക്ഷികൾ വരുമോ, അല്ലെങ്കിൽ കക്ഷികൾ ഉണ്ടാവുമോ, ആ കക്ഷികൾ ഇന്ന് വരുമോ, പ്രതിനെ അവർ ഹാജരാക്കുമോ, പോലീസുകാർ ഇന്ന് കൊണ്ടുവരുമോ, അങ്ങനെയുള്ള ചിലപ്പോൾ. അല്ലെങ്കിൽ നമ്മുടെ കേസിലെ കക്ഷികൾ ഇന്ന് വരണം, ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരുമോ, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും. പിന്നെ അതുപോലെ ജൂനിയർ വക്കീലിന് വരാണ്ടി പറഞ്ഞ അയാളുണ്ടാവും, അയാൾ ഫയലിരിക്കണം, എനിക്ക് മറ്റേ കോടതി പോകണം, വലിയ കോടതിയിൽ പോകാനുണ്ട്, ഇങ്ങനെയുള്ള ചിന്തകൾ. അത് ജൂനിയർ വക്കീലായിട്ടോ ഏതെങ്കിലും വക്കീലായിട്ടോ അവരുടെ കീഴിലുള്ള ഏതെങ്കിലും വക്കീൽ ബസ്സിലുണ്ടെങ്കിൽ അവർക്കും ആ കേസ് സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ അധികം ചിന്തിക്കാൻ കഴിയണം. കാരണം കൃത്യ ടൈമിനെത്തോ, ബസ് ഇപ്പം കുറച്ച് ബ്ലോക്കിൽ പോയിട്ടുണ്ടല്ലോ, കറക്റ്റ് ടൈമിന് കോടതിയിൽ മുമ്പിലെ ഓഫീസിലെത്തണം, അത് കഴിഞ്ഞ് കറക്റ്റ് ടൈമിന് കോടതിയിലെത്തണം. അവർക്കും കോടതി 11 മണിയാവുന്നു. ആ ടൈമിന് കോടതിയിൽ അതിന് മുമ്പേ എത്തണം, കക്ഷികളെ കാണണം, പ്രതികളെ കാണണം, വക്കീൽ സീനിയേഴ്സ് വന്ന് അവർ വന്നാൽ ചോദിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അതെല്ലാവർക്കും വിചാരിക്കും, വിചാരിക്കുക. പിന്നെ കള്ളന്മാർ ബസ്സിൽ ഉണ്ടാവില്ല, അവർ പോക്കറ്റടികൾ നടക്കുന്നില്ല. എന്നാലും പോക്കറ്റടിക്കാർ സ്റ്റാൻഡിങ്ങിലുണ്ടാവും. അവർ ഈ തിരക്കില്ലാത്ത ബസ്സിലൊന്നും അവർ കയറില്ല, അവർ സ്റ്റാൻഡിങ് ഫുൾ ടൈറ്റുള്ള ഈ റഷുള്ള ബസ്സിലൊന്നും ഈ പോക്കറ്റടിക്കാർ വരിക. അവരധികം സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനം കഴിഞ്ഞ് പോകുന്ന ബസ്സുണ്ടാവും. ആ ബസ്സിലായിരിക്കും അവർ കയറുക. അവർ ബസ്സിൽ കയറുന്നതിന് മുമ്പിൽ ചിന്തിക്കും, അവൻ്റെ ബാക്ക് പോക്കറ്റിലുണ്ടല്ലോ പേഴ്സ്, അതങ്ങനെ വലിച്ചെടുക്കണം, ഈ തിരക്കിനിടയ്ക്ക് തിക്കാക്കും,
അതായത് കൈമുട്ടിനെ കൊണ്ടെല്ലാം മുന്നിൽ എടുത്താളെ കുത്തും. അയാൾക്കൊന്നും അയാൾ ആ മുട്ടിനെ കൊണ്ട് കുത്തുന്ന ശ്രദ്ധയുണ്ടാവുക. അതിനിടയ്ക്ക് ബാക്ക് പോക്കറ്റിൽ നിന്ന് സംഗതി വലിക്കും, പേഴ്സ് വലിക്കും. അതായിരിക്കും ബസ്സിൽ പോക്കറ്റടിക്കാറില്ല. ഇപ്പോൾ റഷുള്ള ബസ്സിലേ ഉണ്ടാവുള്ളൂ. റഷ് ഇല്ലാത്ത ബസ്സിൽ ചില സമയത്ത് പിന്നെ കള്ളന്മാരുണ്ടാവും. അതായത് മറ്റുള്ള കളവ് കേസിൻ്റെ കളവ് ഈ റേഡിയോ TV പോലത്തെല്ലാം കേൾക്കുന്ന കള്ളന്മാരുണ്ട്, ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം കേൾക്കുന്ന കള്ളന്മാരുണ്ടാവും. അവർക്ക് ഒറ്റ ശ്രദ്ധയാണ്. അവർ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പിക്ക് പോക്കറ്റിൽ നിന്ന് നിൽക്കില്ല. അവർ സീറ്റ് കിട്ടിയാൽ ബാഗിലടിച്ച് മാറ്റിയാൽ ശ്രദ്ധിക്കണം. ചില ആളുകൾ ഈ ബസ്സിൽ ബാഗിലെടുത്തിട്ട് പുറത്തിങ്ങനെ വെക്കുന്നതാണ്. എന്നിട്ട് ഉള്ളിൽ പോയി നോക്കും. ഉള്ളിൽ പോയി ബാഗും കൊണ്ട് ആൾ പോയിട്ടുണ്ടാവും. അയാൾ വിവരക്കേട് തരാണ്ട് പിന്നെ എന്താ പറയുക. അതുപോട്ടെ കള്ളന്മാർ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും. ഏതെങ്കിലും വീട്ടിൻ്റെ പുറത്തിങ്ങനെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടോ. പകൽ നട്ടുച്ചക്കെല്ലാം ലൈറ്റ് വരാന്തയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആടെ ആളില്ല, അത് മനസ്സിലാക്കും. അതുപോലെ ചില വീടിൻ്റെ മുമ്പിൽ 4-5 പത്രങ്ങളിട്ട് കാണും. ആ പത്രങ്ങളിട്ട് കാണുമ്പോൾ കള്ളന്മാർ ആടെ ആളില്ല, 2-3 ദിവസമായി ആൾക്കാർ വീടും പൂട്ടി പോയിട്ടുണ്ടെന്ന് അതെല്ലാം ലക്ഷ്യമാക്കും. അത് ആക്കാണ്ടിരിക്കാൻ വേണ്ടി വീട്ടിൽ ഉടമസ്ഥന്മാർ അയൽവക്കാരോട് വേണം ലൈറ്റ് ഓഫ് ആക്കാൻ വേണ്ടി വേണം, പേപ്പറിൽ മാറ്റാൻ വേണ്ടി വേണം. അത് മുൻകൂർ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കള്ളന്മാർ ചിന്തിക്കുക. അങ്ങനെ ബസ് യാത്രയിൽ പലതരം ചിന്താഗതിക്കാരുണ്ടാവുക. ഓരോ ജോലിക്ക് ഉള്ള അനുസരിച്ചുള്ള ഓരോ ചിന്തക്കാരാണ്. അതുപോലെ ഡോക്ടർമാരും ഉണ്ടാവും ബസ്സിൽ, അല്ലെങ്കിൽ കാറിലും ഉണ്ടാവും. അവർക്ക് ഹോസ്പിറ്റലിൽ കറക്റ്റ് ടൈമിനെത്തണം. ഓപ്പറേഷൻ ഉണ്ട്, നാളെ ഓപ്പറേഷൻ ഉണ്ട്, അതിൻ്റെ ഇതെല്ലാം ശരിയാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ. ചിലപ്പോൾ സീനിയർ ഡോക്ടർമാരൊക്കെ ഹോസ്പിറ്റലുണ്ടാവും. അവരൊക്കെ കാറിലേക്ക് പോകും. കാറിൽ പോകുന്ന ഡോക്ടർമാരും അവർക്കും പല ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള ചിന്താഗതി ഉണ്ടാകും. അത് ജൂനിയർ ഡോക്ടർമാർ, അതുപോലെ നേഴ്സുമാർ, ഇവരൊക്കെ ബസ് യാത്രയിലുണ്ടാവും. അതുപോലെ ട്രെയിൻ ട്രെയിൻ യാത്രയിലും പല ചിന്താഗതിക്കാരുണ്ടാവും. ഈ ട്രെയിനിലും പോകുന്ന അവർ നല്ല ചിന്തയാണ്. ട്രെയിനിൽ പോകുമ്പോൾ ഔട്ട് സൈഡിലും നോക്കിയിരിക്കാൻ ചിന്തിക്കും. പലതരം ചിന്തകളുണ്ടാവും യാത്രയിൽ. എല്ലാ വാഹനത്തിലും യാത്ര ചെയ്യുമ്പോൾ പല ചിന്ത. ബൈക്കിൽ പോകുമ്പോൾ ശ്രദ്ധിക്കും. ഈ ബൈക്കിൽ പോകുമ്പോൾ അവർ ചിന്തിക്കും. അതുപോലെ ബസ്സിലെ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ അവർക്കും ചിന്തയുണ്ടാവും. ഡ്രൈവർമാർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് ചിലപ്പം നാളെ ലീവ് വേണം. അപ്പോൾ മുതലാളിയോട് പറഞ്ഞ് ബദലിൽ ആൾക്കാരെ ഏതെങ്കിലും ഒരാൾ കൊണ്ടുവരുമോ എന്നുള്ള ചിന്തയുണ്ടാവും. മുതലാളിയോട് പറഞ്ഞ് എങ്ങനെയും പറഞ്ഞെങ്കിൽ നാളെ ലീവ് വേണം. ബദലിൽ ചിലപ്പോൾ വരുന്ന ഡ്രൈവറെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടും ഉണ്ടാവും നാളെ എത്തണേ കുറച്ച് രാവിലെ. ആ ഒരു ചിന്തയുണ്ടാവും ബസ്സിലാണ്. പക്ഷേ ഓടിക്കുന്നത് അത് ഡ്രൈവർമാർ വളരെ അത് കുറച്ച് ചിന്ത വരില്ല ഇങ്ങനെയുള്ള കാര്യത്തിന്. കാരണം അവർ അധികം റണ്ണിങ്ങിലുണ്ടാവുക. അവർ ചിന്തിക്കുന്നത് കാര്യം മെയിനായിട്ട് ബസ്സിൽ ഇറങ്ങി കയറി, അതുപോലെ തന്നെ പിന്നെ ബസ്സിൻ്റെ മുന്നിലേക്ക് കൂടെ ആൾക്കാർ നടക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത. ബസ്സിൻ്റെ മുന്നിലേക്ക് കൂടെ ആൾക്കാർ നടക്കുമ്പോൾ ചില ബസ്സിലെ ആൾക്കാർ കാണില്ല, ഡ്രൈവർ കാണില്ല. അപ്പോൾ തൊട്ട് മുന്നിലേക്ക് കൂടെ നടക്കാൻ ഒരു 2 മീറ്റർ മുമ്പിലോട്ട് വെച്ച് നടക്കണം. കാരണം അങ്ങനെ ക്രോസ് ചെയ്യുന്ന ആൾ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം. ഇങ്ങനെ ഇതുപോലെ ഉയർത്തിപ്പിടിക്കണം. ബസ്സിൻ്റെ മുന്നിൽ യാത്ര ചെയ്യുന്നവർ ഉയർത്തിപ്പിടിച്ചാൽ ഡ്രൈവർക്ക് കാണും. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഏറ്റവും വലിയ അപകടം കുറക്കാൻ പറ്റുന്ന സംഗതിയാണ്. അത് ഞാൻ ഇവിടെ എല്ലാം പറയണ്ടേ. വേറെ സംഗതിയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് രസകരമായ ഇങ്ങനെയുള്ള നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി എല്ലാം ലെറ്ററിൽ ശരിയാക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കും. അതാണ് എൻ്റെ എന്നല്ല, അത് വേണ്ട ഇതിൽ അതിൻ്റെ പരാതി ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കണ്ടക്ടർമാർ, അതുപോലെ ക്ലീനർ ശ്രദ്ധിക്കുന്ന ബസ്സിൽ ഡ്രൈവർ അതുപോലെ ശ്രദ്ധിക്കും. ബാക്കിൽ നിന്ന് വാഹനം, ഇതേ റോഡിൽ പോകുന്ന വാഹനം ബാക്കിലുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും. കാരണം ബസ്സിലെ ആൾക്കാർ കയറി കൂടാതെ ബാക്കിൽ വാഹനം. കാരണം പിന്നെ കലക്ഷൻ കുറഞ്ഞാൽ ഇവർക്കെല്ലാം മുതലാളിയും ചീത്ത. എല്ലാ മുതലാളിയല്ല, എന്നാലും ഭൂരിഭാഗം മുതലാളിമാരും എന്തോടോ കലക്ഷൻ കുറവ്, നീ കയറി എന്നല്ലേ കലക്ഷൻ കുറവ്, ഇതെല്ലാം സാധാരണ നടക്കുന്നതായിരിക്കും. അത് കണ്ടക്ടർക്കും കിട്ടും, ക്ലീനർക്കും കിട്ടും ഇതിൻ്റെ ചീത്ത. ചില മുതലാളിമാർ ഡ്രൈവർ പണിയെടുത്ത് മുതലാളിമാർ ആയ ആൾക്കാർ അങ്ങനെ പറയില്ല. കാരണം അവർക്ക് അറിയാമല്ലോ ഇതിൻ്റെ അനുഭവം. മറ്റവർ അച്ഛൻ്റെ ബസ്സെടുത്ത് മക്കൾ കൊടുത്ത്, മറ്റേ മക്കൾക്ക് കൊടുത്ത് അവരങ്ങനെ വരുന്ന മുതലാളിമാരാണ്. അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ടായിരിക്കാം. അത് ക്ലീനർക്കും കണ്ടക്ടർക്കും ഇതേ അനുഭവം തന്നെ. കാരണം ഒരു കല്യാണം ഉണ്ടല്ലോ, ആ കല്യാണത്തിന് പോകണം, എന്താ ചെയ്യുക, പിന്നെ മുതലാളിയോട് ലീവിന് പറഞ്ഞിട്ടുണ്ട്, ബദലിൽ ഒരാളെ കിട്ടണം. ബദലിന് ആളെ കിട്ടാണ്ട് ഇവർക്ക് ഇറങ്ങാനും കഴിയില്ല. അത് വലിയ വിഷമമാണ് ഈ ബസ്സിലെ ജീവനക്കാർക്ക്. അതുപോലെ വലിയ റൂട്ടിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്ന്, ഇപ്പോൾ ഉദാഹരണം പറയാം, കാഞ്ഞങ്ങാട് പോകുന്ന ബസ്സിലെല്ലാം
രാത്രി കഷ്ടം. ഒരിക്കൽ 2 മണിക്കാരും ഇങ്ങനെ റണ്ണിങ്ങിലോട് ഞാൻ ബാക്കിലുണ്ട്. എന്തൊരു സങ്കടം അറിയാം അത്. ഏതോ ബൈക്കുകാരനോ തട്ടിയിട്ടൊന്നുമില്ല, അപ്പോൾ അത് സത്യമാണ്. അങ്ങനെ പോണ ബസ് വരഞ്ഞെന്ന് പറഞ്ഞു വേറും ആ ഡ്രൈവർ പിടിച്ചൊരടി. എന്തൊരു പാവമാണ്, അത്രയും കഷ്ടമായി. അത് ഇനി 2 മണിക്കാറ്റാണ്. ഞാൻ 2 മണിക്കല്ല, ഇത് സംഭവം ഒരു 10 മണിക്ക് 11 മണിക്കാറ്റാണ്. ആ സ്ഥലത്ത് ആൾക്കാരേ ഇല്ല. പക്ഷേ 2 മണിയാറ്റാണ് ആലക്കോട് കാഞ്ഞങ്ങാട് എത്താൻ വേണ്ടിയിട്ട്. ആ ഡ്രൈവറെ പിടിച്ചടി. എനിക്ക് സങ്കടം ഇതായാലും കണ്ടിട്ട്. പക്ഷേ അന്ന് ഞാൻ ഫോൺ വിളിച്ച് അറിയിച്ചില്ല, അത് വേറെ കാര്യം. അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. കാരണം ഞാൻ വിളിച്ചു പറഞ്ഞാൽ വെച്ചാൽ പോലീസാന്ന് പറഞ്ഞാൽ അവർ വരാൻ പഠിക്കും. ഞാൻ പറഞ്ഞു പാർട്ടീൻ്റെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഭരിക്കുന്നത് അറിയില്ല, അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പിന്നെ പാർട്ടീൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. വ്യക്തി പേരൊന്നും പറഞ്ഞില്ല. ഇന്നലെ അപ്പോൾ സഡൻലി വന്നവർ അതല്ല അനുഭവങ്ങൾ പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഓടി വന്നു അല്ലെങ്കിൽ ഡ്രൈവർക്ക് ഇനിയും കിട്ടുവാടി. അങ്ങനെ പോലീസുകാർ വന്നിട്ട് വണ്ടി എടുത്ത് വന്നു ഉടനെ വന്ന് ചാക്ക് പോകാൻ അവരങ്ങ് ഡ്രൈവറോട് കേസ് വേണോ അതൊന്നും ഞാൻ അറിയില്ല. കേസ് വന്നിട്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അതങ്ങ് പോയി. ഇതിലൊരു അനുഭവം എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് പോട്ടെ. ഇനി എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. ഇനിയാണ് വിഷയം. അതായത് ഇങ്ങനെയുള്ള പല ചിന്താഗതിക്കാരായിരിക്കും ബസ്സിൽ യാത്ര ചെയ്യുക. അത് പറയാൻ കാരണം, ഞാൻ ഒരാഴ്ച മുമ്പേ ഞാൻ ആന്ധ്രാപ്രദേശിലുണ്ട്. ആ സമയത്ത് ഒരാഴ്ച മുമ്പിലെ ഞാൻ ഒരു ബസ് കയറി 100 രൂപ കണ്ടക്ടർ കൊടുത്തു. കണ്ടക്ടർ മുഖത്ത് നോക്കിയിട്ട് മുറിച്ച് തന്ന ടിക്കറ്റ് എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ 70 നദി, അതായത് 30 രൂപ ടിക്കറ്റും കഴിച്ച് 70 രൂപ എനിക്ക് ബാക്കി തരാനുണ്ട്. അതിപ്പോൾ കയ്യിലില്ല. ഇറങ്ങുമ്പോൾ ചോദിച്ചാൽ തരാനുള്ള അടിസ്ഥാനത്തിലായിരിക്കും ഇത് കിട്ടി. ഓരേ പുലിവാല്. പിന്നെ എന്തെങ്കിലും ചിന്തിക്കാൻ എന്തായി എനിക്ക് യാത്രയിൽ. ഞാനവിടെ ഇരുന്ന് പല ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ടും നോക്കുക ഇങ്ങോട്ടും നോക്കുക, ഒരു ചിന്തയില്ല, ഒറ്റ ചിന്ത, ഈ 70 രൂപ ബാക്കി കിട്ടാനുണ്ടല്ലോ എന്നുള്ള. കണ്ടക്ടർ ഡ്രൈവർ ഭാഗത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ടും നോക്കും, ക്ലീനർ ഭാഗത്ത് പോകുമ്പോൾ ഇങ്ങോട്ടും നോക്കും. ഇതന്നെ ചിന്ത. അയ്യോ കഷ്ടമായി. ഇപ്പം എന്നെപ്പോലെ തന്നെ 2 പേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അവരും ഇതേപോലെ തന്നെ ഇടത്തോട്ട് നോക്കുക വലത്തോട്ട് നോക്കുക, കണ്ടക്ടർ പോകുന്ന വഴിക്ക്. ഒന്നും പറയില്ല. സത്യം പറയാച്ചാൽ നല്ല എന്തെല്ലാം ചിന്തകൾ ചിന്തിക്കുക ബസ്സിൽ യാത്രയിൽ. ഒരു വസ്തു ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആകെ വിഷമായി. അങ്ങനെ ഞാൻ എന്താക്കി, ഒരു 40 മിനിറ്റോളം ഓട്ടം ഉണ്ടാകും തോന്നുന്നു. ട്രാഫിക്കെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ബ്ലോക്കെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആവും. പിന്നെ അങ്ങനെ ഞാൻ സംഗതി ആ സ്ഥലം എത്താറാകുമ്പോൾ ഒരു 7 മിനിറ്റ് മുമ്പ് ഞാൻ എഴുന്നേറ്റ് കണ്ടക്ടർ പോയി. കണ്ടക്ടർ അന്നേരം ക്ലീനർ ആ ഭാഗത്താണ് ഉള്ളത്. അവിടെ ബസ്സിൽ ക്ലീനറൊന്നുമില്ല, അപ്പോൾ ആ ഭാഗത്താണ് ഉള്ളത്. ഞാൻ കണ്ടക്ടർ ഇങ്ങനെയൊക്കെ കയ്യിലും കൊണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞു. പുലിവാല് പിന്നെയും പിന്നെയും ചിന്ത തന്നെ, ഒറ്റ ചിന്ത, ബസ്സിൽ ബാക്കി കിട്ടാനില്ല. അതിൻ്റെ എത്ര മിനിറ്റാണ് ഇങ്ങനെ വെറുതെ വേസ്റ്റാക്കിയറിയാം. അവസാനം ഇറങ്ങേണ്ട സ്ഥലം ആകെ 2 മിനിറ്റുള്ളപ്പോൾ കണ്ടക്ടർ എനിക്ക് 70 എണ്ണി തന്നു. എണ്ണിട്ട് കയ്യിൽ തന്നിട്ട് ആ ടിക്കറ്റ് വാങ്ങിച്ച് എൻ്റെ കള ഒരു 2 വര എൻ്റെ കയ്യിൽ അമർത്തിയിട്ടൊരു വെപ്പാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്നാ മനസ്സിലായില്ല. നീ മറന്നിട്ടില്ലേ എന്നുള്ള അർത്ഥം. ഇങ്ങനെ 10 പേരുടെ കിട്ടിയ പൈസ ആയിരുന്നു മൂപ്പർക്ക്. എല്ലാ കണ്ടക്ടർമാരും അല്ല, ഞാൻ പറയാം. ഞാനന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഈ കാര്യം പറയാൻ വെച്ചാൽ എന്താ വെച്ചാൽ, ബസ്സിൽ കയറുമ്പോൾ നിങ്ങൾ ചില്ലറ കരുതുക. കണ്ടക്ടർക്ക് ഈ ബാക്കി പൈസ തരാൻ വേണ്ടിയിട്ട് ഇതിന് ടിക്കറ്റിൻ്റെ മുകളിൽ എഴുതിയെടുക്കുന്ന ആ ഒരു പണി കൊടുക്കല്ലേ. കാരണം നമ്മൾ ചില്ലറ കരുതുക, കറക്റ്റ് പൈസ കൊടുക്കുക. എന്നാൽ നമുക്ക് ബസ്സിൽ ഇരുന്ന് നല്ല നല്ല കാഴ്ചകൾ കാണാം, നല്ല നല്ല ചിന്തകൾ ആസ്വദിക്കാം. അങ്ങനെ ചിന്തകൾ ആസ്വദിക്കാം, നല്ല മനസ്സ് സന്തോഷിക്കൂ. ശരി, ഞാനിത് പറഞ്ഞാണ്. ചില്ലറ കരുതൂ, നല്ല നല്ല ചിന്തകൾ നിങ്ങൾ ചിന്തിക്കൂ. ബൈ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഉണ്ടാവും.